നമ്മുടെ അമലുകൾ കണക്കാക്കാൻ ഈ ഖിയാമത്ത് നാളിന്റെ വലിയ വലിയ അടയാളങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് സൂറെന്ന കാഹളത്തിൽ ഊതാൻ അല്ലാഹു ഏൽപ്പിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം മൂന്ന് ഘട്ടമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഒന്ന് ദുനിയാവാണ്. ഇവിടെ സുഖങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്. ഇവിടെ നിയമങ്ങളുണ്ട്, നിയമം പാലിക്കുന്നവരുണ്ട്, നിയമം തെറ്റിച്ച് ലംഘിച്ച് ജീവിക്കുന്നവരുമുണ്ട്. ദുനിയാവാണ് ഒന്നാമത്തെ ജീവിതം. രണ്ടാമത്തെ ജീവിതം ബർസഖ്, അത് ഖബറാണ്. മരണം മുതൽ ഖിയാമത്ത് നാൾ വരെ ഖബറിലുള്ള ജീവിതമാണ് ബർസഖ്. ഇവിടെ നന്മ ചെയ്ത ആളുകൾക്ക് അവിടെ സുഖമാണ്, തിന്മ ചെയ്ത ആളുകൾക്ക് അവിടെ പ്രശ്നമാണ്. മൂന്നാമത്തെ ജീവിതം അത് മഹ്ശറയാണ്, അത് ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന അവസാന അന്ത്യനാളാണത്. അവിടെ നന്മ ചെയ്ത ആളുകളെ നരകത്തിലേക്കും നന്മ ചെയ്ത ആളുകളെ സ്വർഗത്തിലേക്കും തിന്മ ചെയ്ത ആളുകളെ അല്ലാഹു നരകത്തിലേക്കും കൊണ്ടുപോയി ശാശ്വതമായി നരകത്തിലും സ്വർഗത്തിലും താമസിപ്പിക്കുന്ന ലോകമാണ്. അല്ലാഹു ഇരു ലോകങ്ങളിലും നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മൾക്കറിയാലോ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ് മഹ്ശറ നടക്കുന്നതെന്ന്. എവിടെയാ മഹ്ശറ നടക്കുക? അത് വെള്ളിയുടെ ചെമ്പിന്റെ ഭൂമിയാണ്. പർവ്വതങ്ങളില്ല, മലകളില്ല, ബിൽഡിങ്ങുകളില്ല, കെട്ടിടങ്ങളില്ല. അവിടെ ടേണില്ല, കുഴികളില്ല, വെള്ളമില്ല, കടലില്ല, ഒന്നുമില്ല. വളരെ പ്രശാന്തമായി, പ്രവിശാലമായി, സമാന്തരമായി നീണ്ടുകിടക്കുന്ന ഒരു മൈതാനം. അവിടെ താഴ്ചയോ ഉയർച്ചയോ ഇറക്കമോ കയറ്റമോ ഇല്ല. അത് എവിടെയാണെന്നും അല്ലാഹുവിന്റെ ഹബീബ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെ സ്വഹീഹായ ഹദീസുകളിലൂടെ മുത്ത് റസൂലുള്ളാഹ് ഫലസ്തീനിലും സിറിയയുമൊക്കെ ഉൾപ്പെടുന്ന ഷാമിലാണ് മഹ്ശറ ഉണ്ടാവുന്നത് എന്ന് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സയും ഫലസ്തീനും സിറിയയും ഒക്കെ നിലകൊള്ളുന്ന ഷാമിലാണ് മഹ്ശറ ഉണ്ടാവുക എന്ന് മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഹാഹുനാ തുഹ്ശറൂൻ, ഹാഹുനാ തുഹ്ശറൂൻ, ഹാഹുനാ തുഹ്ശറൂൻ. ഇവിടെയാണ് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഇവിടെയാണ് ആളുകൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഫഅശാറ ബിയദിഹി ഇല ശാം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് കാണിച്ചത് ഷാമിലേക്കാണ്. ഇവിടെയാണ് മഹ്ശറ. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ഫീ ഷാമിനാ, അല്ലാഹുമ്മ ബാരിക് ഫീ യമനിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഷാമിലും ഞങ്ങളുടെ യമനിലും നീ ബറക്കത്ത് ചെയ്യണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലാണ് ആളുകൾ അങ്ങോട്ട് കടന്നു പോവുക. പലരും പല സ്റ്റൈലിലാണ് അങ്ങോട്ട് പോവുക. ആഖിറത്തിലേക്ക് പോകുന്ന രീതി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഓരോ ആളുകൾ ഓരോ സ്റ്റൈലിലാണ്, ഓരോ രീതിയിലാണ് അങ്ങോട്ട് പോവുക. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഖൗമിൻ അദാബൻ. അല്ലാഹു തആല ഒരു നാട്ടിലോ ഒരു സമൂഹത്തിലോ എന്തെങ്കിലും ശിക്ഷകൾ ഇറക്കണമെന്ന് ഉദ്ദേശിച്ചാൽ, അസ്വാബൽ അദാബ മൻ കാന ഫീഹിം, അവിടെയുള്ള സകലമാന ആളുകളിലും അല്ലാഹു ശിക്ഷകളെ ഇറക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹ്. അവിടെ നല്ല ആളുകൾ ഉണ്ടാകും, ആലിമീങ്ങൾ ഉണ്ടാകും, സയ്യിദീങ്ങൾ ഉണ്ടാകും, തങ്ങന്മാരുണ്ടാകും, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച മുത്തഖീങ്ങൾ, സൂഫി വര്യന്മാർ, ഔലിയാക്കളൊക്കെ എല്ലാവരും ഉണ്ടാകും. എല്ലാവർക്കും പൊതുവായിട്ടാണ് അല്ലാഹു ശിക്ഷകൾ ഇറക്കുന്നത്. ഇദാ അറാദല്ലാഹു ബിഖൗമിൻ, അല്ലാഹു തആല ഒരു സമൂഹത്തിൽ അദാബിനെ ഉദ്ദേശിച്ചാൽ, ശിക്ഷയെ ഉദ്ദേശിച്ചാൽ, അസ്വാബൽ അദാബ മൻ കാന ഫീഹിം, അവിടെയുള്ള എല്ലാവർക്കും അല്ലാഹു ശിക്ഷ നൽകും. ثم بعثوا على أعمالهم, ثم بعثوا على أعمالهم. പിന്നെ എങ്ങനെയാണോ അവർ മരിച്ചു പോയത് അതേ രീതിയിൽ അല്ലാഹു അവരെ നാളെ ഖിയാമത്ത് നാളിലേക്ക് കൊണ്ടുപോകും. അങ്ങനല്ലേ
മിൻഹാ ഖലഖ്നാകും, ആ മണ്ണിൽ നിന്നല്ലേ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത്, അതിലേക്ക് തന്നെയല്ലേ നിങ്ങളെ ഞാൻ മടക്കുന്നത്, അതിൽ നിന്ന് തന്നെയല്ലേ നിങ്ങളെ ഞാൻ രണ്ടാമത് ഹയാത്തിട്ട് കൊണ്ടുപോകുന്നത്, പുനർജനിപ്പിക്കുന്നത്. നബഅസുകും താറതൻ ഉഖറാ, രണ്ടാമത് നിങ്ങൾക്ക് പുനർജന്മം നൽകുന്നതും ഇതേ സ്ഥലത്ത് നിന്നല്ലേ, ഇതേ ഭൂമിയിൽ നിന്നല്ലേ, ഇതേ മണ്ണിൽ നിന്നല്ലേ. അങ്ങനെ പോകുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അങ്ങനെയാണ് നമ്മൾക്ക് മരിച്ച നാളെ മഹ്ശറിലേക്ക് പോകാൻ പറ്റുക. ഇമ്രാൻ ഹാഷിമിന്റെയും അതേപോലെ എ ആർ റഹ്മാനൊക്കെ പാട്ട് കേട്ട് ജീവിക്കുന്ന ആളാണ്. എന്നിട്ട് അങ്ങനെ പാട്ട് കേട്ട് മരിച്ചുപോയ അങ്ങനെ തോന്നിവാസം ചെയ്ത് അള്ളാഹു നരകവാസികളെ കൊണ്ടുപോകുന്നത് പോലെ മുഖം പിടിച്ച് നിലത്ത് വലിച്ചു കൊണ്ടുപോകുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസിലൂടെ പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരാൾ ഷഹീദായി മരിച്ചുപോയാൽ, രക്തസാക്ഷിയായി മരിച്ചുപോയാൽ അള്ളാഹു അയാളെ അതേ വസ്ത്രത്തിലാണ് അള്ളാഹു അയാൾക്ക് ഹയാത്ത് നൽകുന്നത്. എന്നിട്ടോ അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇറ്റു വീഴുന്നുണ്ട്. ആ രക്തത്തിന്റെ കളർ ചുവപ്പും അതിന്റെ വാസന കസ്തൂരിയുടെ വാസനയുമായിരിക്കും. ആ രീതിയിൽ ഷഹീദായി മരിച്ചുപോയ ആളുകൾ നാളെ മഹ്ശറയിലേക്ക് പോകുമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മരിച്ചു എങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ അള്ളാഹു അയാളെ പുനർജീവിപ്പിക്കും. അയാളെ ജീവിപ്പിക്കുന്നത് ഖുർആൻ ഓതുന്ന അവസ്ഥയിലായിരിക്കും. ഒരാൾ ദിക്ർ ചൊല്ലിക്കൊണ്ടാ മരിച്ചുപോയത് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലിയിട്ടായിരിക്കും അയാൾ നാളെ അള്ളാഹുവിന്റെ അടുത്തേക്ക് കടന്നു പോകുന്നത്. അങ്ങനെ എന്ത് നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ നന്മകൾ ഹജ്ജ് ചെയ്യുമ്പോ മുഹരിമായിരിക്കെ, ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഒരാൾ മരിച്ചുപോയാൽ അതേ വസ്ത്രവുമായി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് ചൊല്ലിയിട്ടായിരിക്കും ഹജ്ജാജ്മാർ ഉംറ ചെയ്യുന്ന ആളുകൾ മരിച്ചുപോയാൽ അല്ലാഹു നാളെ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ വളരെ മോശമായിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചതുപോലെ നരകവാസികളായ കാഫിരീങ്ങളായ സത്യനിഷേധികളായ ആളുകളെ കൊണ്ടുപോകുന്നത് പോലെ അല്ലാഹു അയാളുടെ മുഖം നിലത്തിലൂടെ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോഴാണ് ഒരു സഹാബി ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എങ്ങനെയാണ് മുഖം കുത്തി നടക്കാൻ പറ്റുക? എങ്ങനെയാണ് മുഖം കുത്തി നടക്കാൻ പറ്റുക? നബി തങ്ങൾ പറഞ്ഞു, അല്ലദീ അംശാഹു ഫി അലാ റിജ്ലൈഹി ഫി ദുനിയാ, ദുനിയാവിൽ കാലുകൾ കൊണ്ട് നടക്കാൻ കഴിവ് നൽകിയ അല്ലാഹുവിന് ആഖിറത്തിൽ മുഖം കൊണ്ട് നടക്കാനുള്ള കഴിവ് നൽകാൻ പറ്റൂലേ? തിന്മകളും തോന്നിവാസങ്ങളും ചെയ്ത് ജീവിച്ചാൽ മരിച്ചു നാളെ മഹ്ശറയിലേക്ക് പോകുമ്പോ നമ്മൾ പോവേണ്ടി വരുന്നത് മുഖം കുത്തി മുഖം കൊണ്ട് നടന്നിട്ടാണെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾക്ക് നല്ല രീതിയിൽ മരിച്ചു പോവണ്ടേ? ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ ഊതൂതുമ്പോഴല്ലേ ആളുകളൊക്കെ മരിച്ചു വീഴുന്നത്. വനുഫിഖ ഫിസ്സൂർ ഫസഇക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള്, ആകാശലോകങ്ങളിലുള്ള സകലമാന ആളുകളും ഒന്നാമത്തെ കാഹളത്തിലൂടെ മരിച്ചു വീഴുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. വനുഫിഖ ഫിസ്സൂർ ഫസഇക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. ഒന്നാമത്തെ ഊത്ത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുമ്പോ ആകാശത്തും ഭൂമിയിലുമുള്ള സകലമാന ആളുകളും മരിച്ചു വീഴുമല്ലോ. 4 മലക്കുകൾ ബാക്കിയാകുമെന്നാണ്. ഒന്ന് ഇസ്രാഫീൽ, അസ്രായീൽ, ജിബ്രീൽ, മീകായിൽ. ഈ 4 മലക്കുകളല്ലാതെ സകലമാന ആളുകളും അതോട് അസ്തമിക്കുമെന്നാണ്, നശിച്ചു പോകുമെന്നാണ്. അപ്പോഴാണ് അല്ലാഹു മഹാനായ അസ്രായീൽ അലൈഹിസ്സലാമിനെ വിളിക്കുന്നത്. ആരൊക്കെ ബാക്കിയുണ്ട്? ആരൊക്കെയാണ് ബാക്കിയുള്ളത്? അസ്രായീൽ അലൈഹിസ്സലാം പറയും, ബാക്കിയുള്ളത് ജിബ്രീലു വമീകായിലു വഇസ്രാഫീലു വഅന യാ അല്ലാഹ്.
ഞാനും ജിബ്രീലും ഇസ്രാഫീലും മീകായിലും ബാക്കിയുണ്ട് റബ്ബേ എന്ന് അസ്രായീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയും. അപ്പോഴാണ് അസ്രായീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നത്, അസ്രായീൽ വേഗം ചെന്ന് ജിബ്രീലിന്റെ റൂഹ് പിടിച്ചു വരണം. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനെ ദിവ്യ സന്ദേശങ്ങളുമായി ഒരുപാട് ഖുർആനിന്റെ ആയത്തുകളുമായി കടന്നു വന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിക്കാൻ അസ്രായീൽ അലൈഹിസ്സലാം ഓടിച്ചെല്ലും. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കും, എന്തിനാണ് വന്നത്? അസ്രായീൽ പറയും, യാ മിസ്കീൻ, ലോകത്തുള്ള സകലമാന ചരാചരങ്ങളും മരിച്ചുപോയി, നിന്റെ റൂഹ് പിടിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് അട്ടഹസിക്കുമത്രേ, യാ അല്ലാഹ് ഹവ്വിൻ അലയ്യ സകറാത്തിൽ മൗത്ത്, മരണവേദന ലഘൂകരിച്ച് തരണേ അല്ലാഹ്. അസ്റിന്റെ ദുആയിൽ നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലേ, അല്ലാഹുമ്മ റഹം അലൈനാ ബിൽ ഈമാൻ ഇൻദൽ മൗത്ത്, അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സകറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, എന്റെ മരണവേദന നീ ലഘൂകരിച്ച് തരണേ അല്ലാഹ്, എന്റെ മരണവേദന നീ ലഘൂകരിച്ച് തരണേ അല്ലാഹ്. മരണത്തിന് ചില ആളുകൾക്ക് വേദനയുണ്ടാകും, എന്നാൽ മറ്റു ചിലർ തീരെ വേദനയില്ലാതെയും മരിച്ചു പോകും. രണ്ടും സംഭവിക്കും. അവിടെ മരിക്കുമ്പോൾ വേദനയുണ്ട് അല്ലെങ്കിൽ വേദനയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ നല്ലവനാണോ ചീത്തയാണോ എന്നതിന്റെ ലക്ഷണമല്ല അത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വേദനയുണ്ടായിട്ടുണ്ടല്ലേ, ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് മുത്തു റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ. വളരെ സ്വഹീഹായ ഒരു ഹദീസ് പറഞ്ഞു തരുന്നുണ്ട്, അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമായാൽ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലം യബ്ലുഹു ബിഅമലി, അവന്റെ അമല് കൊണ്ടോ അവന്റെ നിസ്കാരം കൊണ്ടോ സദഖ കൊണ്ടോ അവന്റെ നന്മകൾ കൊണ്ടോ അല്ലാഹു ഉദ്ദേശിച്ച സ്വർഗത്തിന്റെ പറുദീസിന്റെ സ്വർഗത്തിന്റെ സുഖങ്ങൾ അവനെത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ അല്ലാഹു അവന് രോഗം നൽകും. ആ രോഗങ്ങൾ കൊണ്ട് അവന്റെ സകലമാന വൻദോഷങ്ങളും സകലമാന തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. എന്നിട്ടും അല്ലാഹു ഉദ്ദേശിച്ചൊരു പൊസിഷൻ ഉണ്ട്, അല്ലാഹു ഉദ്ദേശിച്ചൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തേക്ക് അയാൾ എത്തിയില്ലെങ്കിൽ മരണവേദന, ശക്തമായ വേദന നൽകും. അത് സഹിക്കുമ്പോഴേക്കും അല്ലാഹു ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് അയാൾ എത്തിയിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മരണത്തിന് വേദനയുണ്ടാകും, ഒരു പക്ഷെ വേദനയില്ലാതെ മരിക്കുന്നവരുണ്ടാകും. നമ്മൾക്ക് ദുആ ചെയ്യാം, എന്ത്? അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സകറാത്തിൽ മൗത്ത്, അല്ലാഹുവേ മരണവേദന നീ ഞങ്ങൾക്ക് ലഘൂകരിച്ച് തരണേ അല്ലാഹ്. നമ്മൾക്ക് അങ്ങനെ ദുആ ചെയ്യാം. നമ്മൾക്ക് വേദന സഹിക്കാൻ പറ്റൂല അല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ, اللهم أحيني مسكينا وأمتني مسكينا واحشرني في زمرة المساكين. അല്ലാഹുവേ എന്നെ മിസ്കീനായി ജീവിപ്പിക്കുകയും മിസ്കീനായി മരിപ്പിക്കുകയും മിസ്കീനായി നാളെ മഅ്ശറയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട്. ഇവിടെ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. ഇത് നബി തങ്ങൾക്ക് ശ്രേഷ്ഠമായ, നബി തങ്ങൾക്ക് പ്രത്യേകമായ ദുആ ആണിത്. നമ്മളത് ദുആ ചെയ്യാൻ പാടില്ല. നമ്മളങ്ങനെ ദുആ ചെയ്താൽ ആ ഒരു ദാരിദ്ര്യം വന്നാൽ പിടിക്കാൻ പറ്റൂല, മുഅ്മിനെ സഹിക്കാൻ പറ്റൂല, ഉറപ്പാണ്. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റാ, അല്ലേ? കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റാ. സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുമ്പോഴല്ലേ ഒരു മിഠായിയുടെ പാക്ക് കൊടുക്കുമ്പോഴേക്കും മതം മാറി പോകുന്നത്, അല്ലെ? 1,00,000 കൊടുക്കുമ്പോ ഗർവാപസി നടത്തുന്നത്, റിട്ടേൺ ടു ഹോം, അല്ലെ? പഴയകാല മതങ്ങളിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞ് മടങ്ങാണ്. പക്ഷേ ഏറ്റവും പഴയ മതം ഇസ്ലാമാണ്. മടങ്ങേണ്ടത് ഇങ്ങോട്ടേക്കാണ്, അതറിയുന്നില്ല. അങ്ങനെ ഒരു ദാരിദ്ര്യം. ഹൈദരി ഫഖ്റ് ഹേ न दौलते उस्मानी है. ബഹുമാനപ്പെട്ട അലി തങ്ങൾക്കുണ്ടായിരുന്ന ദാരിദ്ര്യം നിങ്ങൾക്കുണ്ടോ? ന ദൗലത്തെ ഉസ്മാനി ഹേ, ഉസ്മാൻ തങ്ങളുടെ ആ ഒരു
സമ്പന്നതയും നിങ്ങൾക്കുണ്ടോ? തുംകോ അസ്ലാഫ് സഖ്യാ നിസ്ബതേ റൂഹാനി ഹേ. നിങ്ങൾക്ക് കഴിഞ്ഞുപോയ പ്രപിതാക്കളുമായി എന്ത് ബന്ധമാണുള്ളത്? അതുകൊണ്ട് ഞാൻ പറയാൻ, ആ ഒരു ദാരിദ്ര്യം മിസ്കീനാവാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യല്ല. നമ്മൾക്കത് സഹിക്കാൻ പറ്റൂല, ഒരിക്കലും സഹിക്കാൻ പറ്റൂല. അങ്ങനെ ആ ദുആ നബി തങ്ങളുടെ പ്രത്യേകമാണ്. ഏതായാലും മരണത്തിന് വേദനയുണ്ട്. ആ മരണത്തിന്റെ വേദന സഹിക്കാൻ നമ്മൾക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സകറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, മരണവേദന ലഘൂകരിച്ച് മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹു നമ്മൾക്ക് വേദനയില്ലാതെ മരിച്ചു പോകാൻ തൗഫീഖ് നൽകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സന്നിധിയിലേക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. യാ മിസ്കീൻ, നീ എവിടെ? എല്ലാവരുടെയും റൂഹ് പിടിച്ച് മരിച്ചു കിടക്ക. നിന്റെ റൂഹ് പിടിക്കാൻ അല്ലാഹു എന്നെ പറഞ്ഞയച്ചതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയും, അല്ലാഹുവേ, എന്റെ മരണവേദന നീ ലഘൂകരിക്കണേ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിച്ചുകൊണ്ട് ഇസ്രാഫീലായ അസ്റായീൽ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലും. അസ്രായീലിനോട് ചോദിക്കും, ആരാണ് ബാക്കിയുള്ളത്? അസ്രായീൽ പറയും, അല്ലാഹുവേ, മീകാഈലും ഇസ്രാഫീലും ഞാനും ബാക്കിയുണ്ട് റബ്ബേ. എന്നാൽ പോയി മീകാഈൽ അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിച്ചേക്ക്. ഇടിമിന്നലുകൾ നൽകുന്ന, മഴ നൽകുന്ന, വല്ലാതെ ഇടിനാദവും ഇടിയുടെ ശബ്ദവും കേട്ട് പേടിച്ചു വിറക്കുന്ന മീകാഈൽ അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് റൂഹ് പിടിക്കാൻ പോയി മീകാഈലിനോടും പറയും ഇതേ സംഭവം. മീകാഈലും കരയാൻ തുടങ്ങും, അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ മരണവേദന നീ ലഘൂകരിക്കണേ അല്ലാഹ്. റൂഹ് പിടിച്ചു. മൂന്നാമത്തെ ആൾ ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഒന്നാമത്തെ കാഹളത്തിലൂതി ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്ത് ഊതാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിക്കുന്നത്. ഇസ്രാഫീൽ അലൈഹിസ്സലാമും പറയും, അല്ലാഹുവേ, എന്റെ മരണവേദന നീ ലഘൂകരിക്കണേ അല്ലാഹ്. അവസാനം അസ്റായീൽ അലൈഹിസ്സലാം ബാക്കിയായി. അല്ലാഹു ചോദിച്ചു, നീ ആരാണ് ബാക്കിയുള്ളത്? അപ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞത്, അല്ലാഹ്, ഞാനാണ് റബ്ബേ, ഞാനാണ്. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ലോകത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ ആളായ ഇസ്രാഫീലിന്റെ റൂഹ് വരെ നീ പിടിക്കുമ്പോ അവരുടെ റൂഹിന്റെ മരണവേദന നീ അനുഭവിച്ചിട്ടുണ്ടോ? എത്ര സുഖമായിരുന്നു റൂഹ് പിടിക്കാൻ. അവരുടെ വേദന നീ അനുഭവിച്ചോ? അതുകൊണ്ട് നീയും അനുഭവിക്കൂ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അസ്റായീലിന്റെ റൂഹ് പിടിക്കുമെന്നാണ്. അപ്പോഴേക്കും അസ്റായീൽ ഒരു അട്ടഹാസം പുറപ്പെടുവിക്കും. ആ അട്ടഹാസം ദുനിയാവിലുള്ള സകലമാന ആളുകളും ജീവിച്ചിരിക്കുന്ന സമയത്തായിരുന്നുവെങ്കിൽ ആ ഒരു ശബ്ദം കൊണ്ട് ലോകത്തുള്ള സകലമാന വസ്തുക്കളും സകലമാന മനുഷ്യരും തകർന്ന് തരിപ്പണമായി പോയേനെ എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് റൂഹ് നൽകി, ജീവൻ നൽകി. രണ്ടാമത്തെ ഊത്തിലൂതി. അപ്പോഴാണ് ഉറങ്ങിക്കിടക്കുന്ന സകലമാന ആളുകൾ എണീക്കുന്നത്. രണ്ടാമത്തെ ഊത്തൂതി. ഖിയാമത്ത് നാൾ സംഭവിച്ചു. ഖിയാമത്തിന്റെയും ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിൽ 40 വർഷത്തെ ദൈർഘ്യമുണ്ട്, 40 വർഷത്തെ ദൂരമുണ്ട്. ആ സമയത്ത് ഒരാൾക്കും ശിക്ഷയില്ല. മനസ്സിലായോ? ഒന്നാമത്തെ ഊത്ത് വരെയാണ് ശിക്ഷ, അല്ലെ? നമ്മൾ അറുക്കാൻ കൊണ്ടുപോകുന്ന കോഴിക്കോ അറുക്കാൻ കൊണ്ടുപോകുന്ന പോത്തിനോ വെള്ളം കൊടുക്കാറുണ്ട്. എന്തിന്? അതിനെ ജീവിപ്പിക്കാനാണോ? അല്ലല്ലോ. ഒരു മരണത്തിനും ഒരു സുഖം. അതേപോലെ ഈ ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തിന്റെ ഊത്തിന്റെയും ഇടയിൽ ശിക്ഷയില്ല. എത്രേ ഖബറിൽ 40 വർഷക്കാലം കടന്നുറങ്ങന്നെ. അമുസ്ലിമീങ്ങളായ സത്യനിഷേധികളായ ആളുകളൊക്കെ കടന്നുറങ്ങും. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് ഉറക്കം വരില്ല. നല്ലവരായ ആളുകൾക്ക് ഉറക്കം വരില്ല. എന്റെ സ്വർഗത്തിലേക്കല്ലേ പോവാൻ നിൽക്കുക. നാളെ കല്യാണം എന്ന് പറഞ്ഞാ പുതിയാപ്പിൾ ഉറങ്ങോ? പുതിനാട്ടി ഉറങ്ങോ? ആ ഒരു സുഖമാണ് ഇവിടെ. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ ഉറങ്ങില്ലത്രേ. അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ രണ്ടാമത്തെ ഊത്തൂതും. അപ്പോഴേക്കും ആളുകളൊക്കെ കൂട്ടം കൂട്ടമായി സ്വർഗ മഹ്ശറയിലേക്ക് പോകുന്ന തിരക്കിലാണ്.
അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഊതുമ്പോ ആദ്യമായി എണീക്കുന്നത് ഞാനാണ്. അങ്ങനെ ഒരു ഊത്ത് സംഭവിച്ചാൽ ആ ഒരു ഊത്തിലൂടെ അല്ലാഹു തആല ആദ്യമായി കൊണ്ടുപോകുന്നത് എന്നെയാണ്. അന സയ്യിദു വലദി ആദം യൗമൽ ഖിയാമ. ആദം സന്തതികളുടെ മക്കളിൽ നേതാവ് ഞാനാണ്. ഖബർ പൊട്ടിപ്പിളരുന്നത് ആദ്യം പൊട്ടിപ്പിളരുക എന്റെ ഖബറാണ്. ആദ്യം ഷഫാഅത്ത് ചെയ്യുന്നത് ഞാനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ഷഫാഅത്തിന് അർഹനാവണോ? ഒരു 10 സ്വലാത്തെങ്കിലും മിനിമം ചൊല്ലിയേക്ക് പൊന്നു സഹോദരാ. ദിവസവും എത്ര സമയമാണ് വെറുതെ കളയുന്നത്? നന്മയിൽ ഉപയോഗിക്കാതെ തിന്മയും വേണ്ടാത്ത കാര്യങ്ങളിലും ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ വളരെ വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലാൻ മറക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബിനെ മനസ്സുകൊണ്ട് സ്നേഹിക്ക്. അങ്ങനെ സ്നേഹിച്ചാൽ നന്മകളില്ലെങ്കിൽ വരെ ഒരുപക്ഷെ അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ രക്ഷപ്പെടുത്തിയേക്കാം. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഫഇന്നക മഅമൻ അഹ്ബബ്ത. നീ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളുടെ കൂടെയാണ് നാളെ മഹ്ശറയിലും ആഖിറത്തിലുമൊക്കെ. ഫഇന്നക മഅമൻ അഹ്ബബ്ത. ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ് നാളെ നീ പോവാനുള്ളത്. സിനിമാ നടൻ അവന്റെ കൂടെ, കളിക്കാരൻ നടി അവന്റെ കൂടെ, ഔലിയാക്കളെ, പണ്ഡിതന്മാരെ, മഹാന്മാരെ സ്നേഹിച്ചാൽ അവരുടെ കൂടെയും നാളെ ഉണ്ടാവാം. അപ്പോഴല്ലേ മഹാനായ അനസ് തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവേ വഅർജൂ അൻ അകൂന മഅഹും, അവരുടെ കൂടെ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫഇന്നി ഉഹിബ്ബു അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എനിക്കിഷ്ടമാ, ഉമറിനെ ഇഷ്ടമാ, അലിയിനെ ഇഷ്ടമാണ്, ഉസ്മാനിനെ ഇഷ്ടമാണ്. അവരുടെ കൂടെ നാളെ മഅ്ശറയിലും സ്വർഗ്ഗത്തിലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും ശരി. അപ്പൊ നന്മ ഒരുപക്ഷെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നല്ലേ? നമ്മൾ നന്മ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു പക്ഷേ അവരോടുള്ള മഹബത്ത് കൊണ്ട്, അവരോടുള്ള സ്നേഹം കൊണ്ട് നാളെ രക്ഷപ്പെട്ടേക്കാം. അതുകൊണ്ട് പണ്ഡിതന്മാരെ സ്നേഹിക്ക്. ഉഖ്റവിയായ പണ്ഡിതന്മാർ, സൂഫി വര്യന്മാരായ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ഹബീബിനെ. അതേപോലെ ഇവിടെ കിടക്കുന്നത് മഹാനായ സൂഫി ഷഹീദാണ്. ഏതെങ്കിലും ഒരു ആലിമോ ഒരു വലിയോ കിടക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടുകാരെ നാളെ മഅ്ശറയിലേക്ക് കൊണ്ടുപോകുന്നത് ആ വലിയായിരിക്കുമെന്ന് ഹദീസിലുണ്ട്. ആ വലിയായിരിക്കും, ആ ആലിമായിരിക്കും, അവരുടെ പിന്നിലാണ് നമ്മൾ അണിനിരന്ന് പോവുക. അപ്പൊ എരുമാടിലുള്ള ഇവിടെ ജീവിക്കുന്ന ആളുകളൊക്കെ മഹാനായ സൂഫി ഷഹീദിന്റെ അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ അധികരിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളിലും ഖൈർ ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നിട്ടായിരിക്കും ഈ എരുമാട്ടുകാര് പോകുന്നത്. ഭാഗ്യമല്ലേ അതൊക്കെ? ഈ നാട്ടിൽ നിന്നിട്ട് നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. ഇവർക്ക് വേദനിക്കും, അത് കുരുത്തക്കേടിന് സാധ്യതയുണ്ട്. മഹാന്മാരൊക്കെ കിടക്കുന്ന സ്ഥലം അത് സൂക്ഷിക്കണേ. അവിടെ മുജാവറത്തുൽ മലായിക, അവിടെ മാലാഖമാരുണ്ട്. മക്ബറയിൽ മാലാഖമാരുണ്ട്. മഹാന്മാര് കിടക്കുന്ന സ്ഥലങ്ങളിലും മാലാഖമാരുണ്ട്. അവിടെ നിന്ന് സംസാരിക്കല്ല, അവിടെ നിന്ന് സെൽഫി എടുക്കല്ല, അവിടെ നിന്ന് തോന്നിവാസം പറയല്ല. മഹാന്മാരുള്ള നാടാണല്ലോ നമ്മുടെ നാട്. ഈ നാടിൽ വെച്ച് നമ്മൾ തോന്നിവാസം ചെയ്തു പോയാൽ അവർക്കത് ഇഷ്ടമല്ല. അതിന്റെ ചില അസറുകൾ നമ്മുടെ ദുനിയാവിൽ വെച്ച് തന്നെ കാണാറുണ്ടല്ലോ. അതുകൊണ്ട് ഇവരാണ് നമ്മളെ നയിക്കേണ്ടത്. അതുകൊണ്ട് ഇവരെ സ്നേഹിച്ചേക്ക്. ഇവരെ നിങ്ങൾ അപമാനിക്കല്ല, ഇവരെ ബഹുമാനിച്ചേക്ക്. ഇവരുടെ പിന്നിൽ നിരനിരയായി നാളെ മഅ്ശറയിലേക്ക് പോകുവാനും ഇവരെ നമ്മൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, ഹാകദാ നുബഅസു ഇൻഷാ അല്ലാഹ്. മഹാനായ സിദ്ദീഖ് തങ്ങൾ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഹാകദാ നുബഅസു ഇൻഷാ അല്ലാഹ്.
നാളെ മഅ്ശറയിൽ ഞാൻ പോകുന്നത് ഇതേപോലെയാണ്. എന്റെ വലതുഭാഗത്ത് സിദ്ദീഖും ഇടതുഭാഗത്ത് ഉമറുമായിരിക്കും. എന്റെ പിൻഭാഗത്ത് അലി, ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങളുണ്ട്. എന്റെ ബുറാഖിന്റെ മുമ്പിൽ ഫാത്തിമ ബീവിയുണ്ട്. എന്റെ ബുറാഖിന്റെ മുമ്പിൽ ഫാത്തിമ ബീവി. എന്റെ രണ്ട് ഭാഗത്ത് സിദ്ദീഖും ഉമറും, എന്റെ പിൻഭാഗത്ത് അലിയും ബിലാലുണ്ട്. ആ ബിലാലാണ് ഇവിടെ നിന്ന് ബാങ്ക് വിളിക്കുന്നത്. മഅ്ശറയിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്കൊക്കെ അത് കേൾക്കാൻ സാധിക്കും. ഇവിടെ ആരൊക്കെയാണോ ബാങ്കിനെ ബഹുമാനിച്ചത്, ഇവിടെ ആരൊക്കെയാണോ ബാങ്കിനെ ആദരിച്ചത്, ബാങ്ക് കേൾക്കുമ്പോൾ ഒന്ന് ഭയന്നുകൊണ്ട് മിണ്ടാതിരുന്നത്, വാട്സപ്പിൽ ഒരു സന്ദേശം കൊണ്ടു അത് സത്യമാണോ നുണയാണോ എന്നറിയില്ല, എങ്കിലും നന്മയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, നിങ്ങൾ കേട്ടോ കണ്ടോ എന്ന് എനിക്കറിയില്ല. അമുസ്ലിമായ സഹോദരി മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ചെല്ലുന്നുണ്ട്. തൊട്ടപ്പുറത്തുള്ള മകൾ പറഞ്ഞു, അമ്മേ അങ്ങനല്ല പറയേണ്ടത്, രാമരാമ എന്ന് പറയണം. ഇതൊരു മുസ്ലിമായ സഹോദരി കണ്ടു. മുസ്ലിമായ സഹോദരി പറഞ്ഞു, നമ്മളൊക്കെ അങ്ങനെ മരിക്കുമ്പോ അങ്ങനെ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ പറയട്ടെ. അങ്ങനെ ലാ ഇലാഹ ഇല്ല സത്യമാണെന്ന് എനിക്കറിയില്ലേ, ഞാൻ ആദ്യം പറയാം, പക്ഷെ ഇതൊരു ഖൈറിന് വേണ്ടി ഞാൻ പറഞ്ഞു തരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചു പോയി. അങ്ങനെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാൻ ചില ആളുകൾ പോയിട്ട് അന്വേഷിച്ചപ്പോ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഈ ഒരു സഹോദരി തലയിൽ തട്ടമിടുന്ന പെണ്ണാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് എണീറ്റ് ബഹുമാനിക്കുന്ന പെണ്ണാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്ത് ശുഗലിലായാലും എന്ത് ജോലിയിലായാലും ആ പെണ്ണ ജോലിയൊക്കെ നിർത്തിവെച്ച് ബാങ്കിനെ ബഹുമാനിക്കുമത്രേ. അങ്ങനെ ബഹുമാനിച്ചത് കൊണ്ടൊരു പക്ഷേ അള്ളാഹു കൊടുത്തതായിരിക്കാം. ഹദീസിൽ അങ്ങനെ തന്നെ സംഭവങ്ങളുണ്ട്. അള്ളാഹു ഒരാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു പക്ഷേ അദ്ദേഹം മരണത്തിന്റെ ഒരു മുഴം വരെ, മരണത്തിന്റെ ഒരു ദിറാഅ് വരെ കുഫറിന്റെ സകലമായ പ്രവർത്തനങ്ങൾ ചെയ്താലും മരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കും. അത് അള്ളാഹു അയാൾക്ക് സ്വർഗം കരുതിയത് കൊണ്ടാണ്. ഒരു പക്ഷെ അങ്ങനെയുള്ള ആയേക്കാം. ഏതായാലും ബാങ്കിനെ ബഹുമാനിക്കുക, ബാങ്കിനെ ആദരിക്കപ്പോ അവിടെ കളിച്ച് ചിരിച്ച് നടക്കല്ല. നമ്മൾക്ക് ഉസ്താദുമാര് ക്ലാസ് എടുക്കുന്ന നിർത്തിയാൽ അവിടെ കുട്ടികൾ സംസാരിക്കും. ടീച്ചേഴ്സ് സ്കൂളിൽ നിർത്തിയാൽ അവിടെയും കുട്ടികൾ സംസാരിക്കും. വാല് പറയുന്ന ഉസ്താദ് വാല് നിർത്തിയാൽ സദസ്സിലുള്ള ആളുകൾ സംസാരിക്കും. എന്താണ് അർത്ഥം? വാല് പറയുന്ന ഉസ്താദ് സംസാരിക്കേണ്ടെന്നാണോ? ഉസ്താദുമാരോ ടീച്ചേഴ്സോ സംസാരിക്കേണ്ടെന്നാണോ? അല്ല, എല്ലാ ആളുകളും മിണ്ടാതിരിക്കുക. പണ്ടൊക്കെ മുസ്ലിമീങ്ങൾ വരെ അങ്ങനെ ചെയ്യുമായിരുന്നു. ബാങ്ക് വിളിക്കുമ്പോൾ അവരൊക്കെ ജോലി നിർത്തി അവിടെ ഒരു എന്താ പറയാ, നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ള സ്റ്റാൻഡപ്പും സ്റ്റാൻഡിറ്റീസും ഒക്കെ ആയി നിൽക്കുമെന്നായിരുന്നു. വളരെ പേടിച്ചിട്ട് ബാങ്കിനെ. ഇൻഷാ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കും. ആ ബാങ്കിനെ ഇവിടെ ബഹുമാനിച്ച ആളുകളൊക്കെ കേൾക്കുമെന്നും മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് പൊന്നു മുഅ്മിനെ നമ്മൾക്കൊക്കെ വിജയിക്കേണ്ടത്. അല്ലാഹു നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ. ഇങ്ങനെ ഒരു ഊത്ത് നടക്കുമ്പോ ഖബറാളികളായ ആളുകൾ അവിടുന്ന് പറയുന്നുണ്ട്. പരിശുദ്ധമായ സൂറത്തു യാസീൻ അതിനെ നമ്മൾക്ക് ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുഫിഖ ഫിസ്സൂർ فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما بعد الرحمن وصدق المرسلون ونفخ في الصور സൂറന്ന കാഹളത്തിൽ രണ്ടാമതൊരു പ്രാവശ്യം ഊതപ്പെടുമ്പോ فإذا هم من الأجداث إلى ربهم ينسلون. ഖബറാളികളായ ആളുകൾ ഖബറിൽ നിന്ന് ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് ഖബറിൽ നിന്ന് വളരെ വളരെ വേഗതയിൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഓടിപ്പോകുമത്രേ. രണ്ടാമത്തെ ഊത്തൂതുമ്പോ കാഫിരീങ്ങളായ ആളുകൾ ചോദിക്കുമത്രേ, ഖാലൂ യാ വൈലനാ. അമുസ്ലിമീങ്ങളായ ആളുകൾ അവിടെ നിന്ന് ചോദ്യം ചെയ്യും, ഖാലൂ യാ വൈലനാ. അല്ലാഹുവേ, അവർ പറയാൻ തുടങ്ങും, യാ വൈലനാ, എന്റെ നാശമേ, എന്റെ നാശമേ, എന്റെ നാശമേ. യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ. ഞാൻ ഉറങ്ങുകയായിരുന്നു, എന്റെ ഉറക്കിൽ നിന്ന് ആരാണ് എന്നെ ഉണർത്തിയത്? ഒരു ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിച്ചാൽ അയാൾക്ക് എത്ര വിഷമമുണ്ടാകും. നമ്മളൊക്കെ വാല് കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ 3 മണിയാകും. പിന്നെ എണീക്കുമ്പോൾ ഒരു പക്ഷെ സുബഹിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയാൽ പിന്നെ എണീക്കുന്നത് 12 മണിക്കോ 11 മണിക്കോ. അതിനിടയ്ക്ക് ഫോൺ വരുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു പക്ഷെ ഫ്ലൈറ്റ് മോഡോ സ്വിച്ച് ഓഫ് ഒക്കെ ആക്കിയിട്ട് വെക്കാറ്.
അത് ഉറങ്ങുമ്പോ ബുദ്ധിമുട്ടിക്കുമ്പോ ആർക്ക് വിഷമം ഉണ്ടാകും അല്ലെ? ആ ഒരു വിഷമം ഇവർക്കുണ്ട്. ഇവര് 40 വർഷമായി സുഖമായി ഉറങ്ങാൻ, ചോദ്യമില്ലല്ലോ, ശിക്ഷയില്ലല്ലോ, കിടന്നുറങ്ങാൻ. അപ്പോഴാണ് രണ്ടാമത്തെ ഊത്ത് സംഭവിക്കുന്നത്. അപ്പോഴേക്കും ഖബർ പൊട്ടിപ്പിളർന്നവർ ചോദിച്ചു, മൻ ബഅസന, ആരാണ് ഇവിടെ നിന്ന് ഞങ്ങളെ ഉണർത്തിയത്? മൻ ബഅസന മിൻ മർഖദിന ഹാദാ, ഈ ഉറക്കിൽ നിന്ന് ആരാണ് ഞങ്ങളെ ഉണർത്തിയത്? മാ വഅദർ റഹ്മാൻ ഹാദാ മാ വഅദർ റഹ്മാൻ, ഇത് അല്ലാഹു നമ്മൾക്ക് വാഗ്ദാനം നൽകിയ കരാറല്ലേ? അല്ലാഹു കരാർ നൽകിയ സംഭവമല്ലേ? വസദഖൽ മുർസലൂൻ, മുർസലീങ്ങൾ പറഞ്ഞത് സത്യമാണല്ലോ. ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ, അത് വെറും ഒരു അട്ടഹാസം മാത്രമാ. ബിഗ് ബാൻ എന്നൊരു പൊട്ടിത്തെറിയുണ്ടല്ലേ? ബിഗ് ബാൻ, ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് ഭൂമി ഉണ്ടായത് എന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് ഒക്കെ പറയാറുണ്ട്. ബിഗ് ബാൻ, ഒരു പൊട്ടിത്തെറി. ആ ഒരു പൊട്ടിത്തെറി അതേപോലെ ആയിരിക്കും ഈ ഭൂമിയും അസ്തമിക്കുക. എങ്ങനെയാണോ ഞാൻ ഇതിനെ സൃഷ്ടിച്ചത്, അവ്വല ഖൽഖിൻ നുഈദു കതയ്യി സിജില്ലിൽ കുതുബ്, പുസ്തകത്തിന്റെ താളുകളെ കീറിമുറിച്ച് ചുരുട്ടിയെറിയുന്നത് പോലെ ഈ ഭൂമിയെ ഞാൻ തവിട് പൊടിയാക്കും. എങ്ങനെയാണോ ഞാൻ ഇതിനെ ആദ്യം സൃഷ്ടിച്ചത് അതേപോലെ ഞാൻ ഇവനെ മടക്കുമെന്നും പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ബിഗ് ബാൻ, ഒരു പൊട്ടിത്തെറിയിലൂടെ സ്വൈഹ, ഒരു അട്ടഹാസമായിരിക്കും. ആ ഒരു അട്ടഹാസം കേൾക്കുമ്പോഴാണ് ഇവർ ഓടിപ്പോവുക. ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ, ആ സമയത്ത് എല്ലാവരും എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടും. അട്ടഹാസം. ആരും സ്വമേധ അങ്ങോട്ട് പോവല്ല. അങ്ങനെ പോവുകയാണെങ്കിൽ കാഫിരിങ്ങൾ പോവില്ലല്ലോ, സത്യനിഷേധികളായ ആളുകൾ പോവില്ലല്ലോ, നന്മ ചെയ്യാത്ത ആളുകൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോവില്ല. ഞാനില്ല, ഞാനിവിടെ കിടന്നുറങ്ങുകയാണെന്ന് പറഞ്ഞ് അവിടെ നിൽക്കും. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് പോയേ പറ്റൂ. മുഹ്ളറൂൻ, മുഹ്ളറൂൻ, അവർ എന്റെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. എന്റെ അടുത്തേക്ക് അവർ ധരിച്ചു കൊണ്ടുവരപ്പെടുകയാണ്. ആ സമയത്ത് നല്ല രീതിയിൽ പോവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫൽയൗമ ലാ തുളമു നഫ്സുൻ ഷൈആ, അല്ലാഹു തആല ഒരാളെയും അനാവശ്യമായി ആക്രമിക്കൂല, ഒരാളോടും അനീതി കാട്ടൂല, ഒരാളെയും ആക്രമിക്കൂല. വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു നമ്മൾക്ക് നൽകുകയും ചെയ്യും. ഇന്ന അസ്ഹാബൽ ജന്ന, സ്വർഗവാസികളായ ആളുകൾക്ക് അല്ലാഹു അവിടെ സ്വർഗം നൽകുമെന്ന് ഒരുപാട് വിശദീകരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ ചുണ്ടുകൾക്ക് സീൽ വെക്കുന്ന സമയമാണത്. അവരുടെ ചുണ്ടുകൾക്ക് ഞാൻ സീലിട്ട് പൂട്ടുന്നു. ചുണ്ടുകൾ അവിടെ സംസാരിക്കുകയേ ഇല്ല. ആർക്കും അവിടെ സംസാരിക്കാൻ പറ്റൂല. യൗമഇദിൻ ലാ യുസ്അലു അൻ, മുജ്രിമീങ്ങളായ കുറ്റവാളികളായ ആളുകളോട് അന്ന് ചോദ്യം ചോദിക്കപ്പെടൂല എന്ന് പരിശുദ്ധമായ സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറയുന്നുണ്ട്. ചോദ്യം ചോദിക്കപ്പെടൂല എന്ന്. ഈ ഒരു ആയത്ത് വെച്ച് ചില ഓറിയന്റലിസ്റ്റുകളായ ആളുകൾ ഖുർആനിനെ തള്ളിക്കളയാൻ ശ്രമിക്കാറുണ്ട്. വഖിഫൂഹും അന്നഹും മസ്ഊലൂൻ, നിങ്ങൾ ഇവിടെ നിൽക്ക് പോവാനായിട്ടില്ല, നിങ്ങളോട് ചോദ്യം ചോദിക്കാനുണ്ട്, നിങ്ങൾ പോവല്ല, ഒരുപാട് ചോദ്യം ചോദിക്കാനുണ്ട്, എന്നിട്ടേ നിങ്ങൾക്ക് പോവാൻ പറ്റുള്ളൂ എന്നൊരു ആയത്തുണ്ട്. അതേപോലെ ഒരു ആയത്തുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ലാ യുസ്അലു, ഓർമ്മയുണ്ട് നമ്മുടെ മാഷാ അല്ലാഹ്, ലാ യുസ്അലു അൻ ദംബിഹി ഇൻസും ഖബ്ലഹും വലാ ജാൻ, ജിന്നോ മനുഷ്യനോ വന്ന് ചോദ്യം ചെയ്യപ്പെടൂല. അപ്പൊ ഒരു സ്ഥലത്ത് ചോദ്യം ചെയ്യപ്പെടൂല എന്നും മറ്റൊരു സ്ഥലത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്നും ഖുർആൻ കളവാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതിനെന്താണ് പണ്ഡിതന്മാർ അർത്ഥം നൽകിയത്? ലാ യുസ്അലു അൻ ദംബിഹി ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, ജിന്നോ ഇൻസോ ചോദ്യം ചെയ്യപ്പെടൂല എന്ന് പറഞ്ഞത്, ആ പറഞ്ഞതിന്റെ അർത്ഥം അവരോട് ചോദിക്കാതെ തന്നെ ഒരു ഉത്തരം പറയുമെന്നാണ്. ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെ? ചോദിക്കേണ്ട ആവശ്യമില്ല. ചോദിക്കാതെ തന്നെ അവരുടെ കൈകാലുകൾ ഉത്തരം പറയും. ചുണ്ടുകൾക്ക് സീല് വെക്കപ്പെട്ടിട്ടുണ്ട്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ ചുണ്ടുകൾക്ക് ഞാൻ സീല് വെച്ചിട്ടുണ്ട്. വതുകല്ലിമുനാ
ഐദീഹിം അവരുടെ കരങ്ങളാണ് എന്നോട് സംസാരിക്കുന്നത് വതശ്ഹദു അർജുലുഹും അവരുടെ കാലുകളാണ് സാക്ഷി നിൽക്കുന്നത് ശരിയാണ് റബ്ബേ ശരി ബിമാ കാനൂ യക്സിബൂൻ നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾക്കും സാക്ഷി നിൽക്കുന്നത് നമ്മുടെ കാലുകളാണ് ആ സമയത്താണ് ആർക്കും ഉപ്പയെയോ ഉമ്മയെയോ കുടുംബങ്ങളെയോ ആരെയും വേണ്ടാത്ത സമയമാണത് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ ആ സമയത്ത് ആളുകളൊക്കെ യഹ്ശറുൻ നാസു യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ ഹുഫാതൻ ഉറാതാ ഹുഫാതൻ ഉറാതൻ ഉർലാ ചില കർമ്മം ചെയ്യപ്പെടാതെ കാലിൽ ചെരുപ്പില്ലാതെ നഗ്നരായിട്ടാണ് ആളുകൾ നാളെ മഅ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അല്ലേ അങ്ങനെയാണ് ആളുകളെന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുക കാലിൽ ചെരുപ്പില്ല ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂലായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോഴാണ് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചത് യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ ഹബീബേ അതെങ്ങനെയാണ് നടക്കുക അതെങ്ങനെയാണ് സംഭവിക്കുക ആണും പെണ്ണുങ്ങളൊക്കെ അവിടെ ഉണ്ടാകും എന്നാൽ ആണ് പെണ്ണിന്റെയും പെണ്ണ് ആണിന്റെയും ഔറത്തുകളിലേക്ക് നോക്കൂലേ അല്ലേ ഇന്നൊക്കെ ഒളി ക്യാമറകളും ഹിഡൻ ക്യാമറകളൊക്കെ വെച്ച് മറ്റുള്ളവന്റെ ഔറത്ത് കണ്ടുപിടിക്കാൻ കാത്തു നിൽക്കുകയാണ് ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അങ്ങനെ ഒരു അവസരത്തിൽ ഒരു വസ്ത്രം പോലും ധരിക്കാതെ നൈക്കഡായി ചെരുപ്പില്ലാതെ നിൽക്കുമ്പോ ആളുകൾ പരസ്പരം നോക്കൂലെ നബിയെ അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് ആയിഷ നീ പറഞ്ഞത് പോലെയല്ല കാര്യം ഇത് കളിയല്ല ഇത് തമാശയല്ല ആയിഷ ബിവിയെ നീ ഉദ്ദേശിച്ചത് പോലെയല്ല എങ്ങനെയാണ് ആളുകൾ പരസ്പരം നോക്കുക യാ ആയിഷ അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅലുഹും ഇലാ ബഅൽ അവരിൽ ചിലർക്ക് മറ്റു ചിലരെ നോക്കാൻ മനസ്സിൽ താല്പര്യം വേണ്ടേ ഇവര് ചിന്തിക്കുന്നത് ഞാൻ നരകത്തിലേക്കാണോ ഞാൻ സ്വർഗത്തിലേക്കാണോ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കാണോ എന്നറിയാതെ എങ്ങനെയാണ് ആയിഷ നോക്കാൻ പറ്റുക ഒരാളുടെ താടിക്ക് തീ പിടിക്കാൻ ആ ഒരു സമയത്ത് മറ്റൊരാൾ തുഴച്ചിന്ന് അങ്ങോട്ട് നോക്കുവോ ഇല്ല എന്താ ശ്രമിക്കുക താടിയുടെ തീ കെടുത്താനല്ലേ ഒരാൾ അപകടത്തിൽപ്പെട്ട് മരിക്കാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കപ്പലോ എന്തെങ്കിലും വാഹനങ്ങളോ തകർന്ന് മരണത്തോട് മല്ലടിക്കാൻ നിൽക്കുകയാണ് ആ സമയത്ത് ഒരാൾ നൈക്കഡായി അർദ്ധനഗ്നയായിട്ട് അങ്ങോട്ട് വന്നാ പിന്നെ അങ്ങോട്ട് നോക്കൂ ഇല്ലല്ലോ സ്വന്തം ജീവനല്ലേ നോക്കുക ആയിഷ ബിവിയോട് പറഞ്ഞു ആയിഷ ഇത് കളിയല്ല ഇത് തമാശയല്ല ഇത് വെറുതെയുള്ളൊരു കളിയല്ലല്ലോ അൽ അംറു അശദ്ദു മിൻ ദാലിക് വളരെ വളരെ ഗൗരവമാണ് അല്ലാഹു അവിടെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ പ്രയാസങ്ങളില്ലാതെ രക്ഷപ്പെടുത്തട്ടെ ആളുകൾക്ക് മറ്റൊരാളെ നോക്കാനുള്ള മനസ്സേ വരൂല എന്തിനേറെ പറയണം യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه ഉപ്പയെ വേണ്ടല്ലോ खुदा के रूबरो जिस दिन क़यामत का वफा होगा उसी दिन बाप बेटे का ബേട്ടേ ബാപ്പ് കാ ഹോഗാ എന്താണ് പൊന്നു സഹോദര ആ ദിവസങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇവിടെയുള്ള കളിയല്ലല്ലോ ഇവിടെയുള്ള ചിരിയോ തമാശയോ ഒന്നും അവിടെ ഇല്ലല്ലോ ആളുകളൊക്കെ നഗ്നരായി ചെരുപ്പില്ലാതെ ചില കർമ്മം ചെയ്യാതെ സുന്നത്ത് കല്യാണം നടത്താതെ ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് ചെമ്പിന്റെ ഭൂമിയിൽ അല്ലാഹുവിന്റെ ഹിസാബ് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ഖിയാമത്ത് കാ വഫാ ഹോഗാ ഉസീ ദിൻ ബാപ്പ് ബേട്ടേ കാ അന്ന് ഉപ്പാക്ക് മകനെ വേണ്ട മകനെ കാണുമ്പോ മകൻ ഉപ്പയോട് സംസാരിച്ചാൽ ഉപ്പ പോലും മൈൻഡ് ചെയ്യില്ല ഉപ്പ ഞാൻ നിങ്ങളുടെ മകനാണല്ലോ ഉപ്പ പറയും മകനൊക്കെ ദുനിയാവിൽ മകനൊക്കെ ഭൂമിയിൽ ഇവിടെ മകനൊന്നുമില്ല മകൻ ഉപ്പയെ വേണ്ടല്ലോ ബേട്ടേ ബാപ്പ് കാ ഹോഗാ മകൻ ഉപ്പയെ വേണ്ടാത്ത സന്ദർഭമല്ലേ അത് ആർക്കും പരസ്പരം മറ്റൊരാളെ ആവശ്യമില്ലാതെ പേടിച്ചോടുന്ന സമയമല്ലേ അത് നഹം ഷീറാ
ബഹാദുർ കി നബീവി അപ്നി ശൗഹർ കി. ജ്യേഷ്ഠന് സഹോദരിയെ വേണ്ട, അനുജത്തിയെ വേണ്ട, അനുജനെ വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട. ഭാര്യയും ഭർത്താവും പരസ്പരം കണ്ടുമുട്ടുമ്പോ ദുനിയാവിലെ ഭാര്യയല്ലേ എന്ന് പറഞ്ഞൊരു തമാശയോ ഒരു ചിരിയോ പോലും ഇല്ലാത്ത രംഗമെന്ന് ആലോചിച്ചു നോക്ക് അല്ലേ? ഇവിടെ ഭാര്യയെ കാണുമ്പോ ചിരിക്കാറില്ലേ? സ്നേഹ സംസാരങ്ങൾ പങ്കിടാറില്ലേ? എന്നാൽ ഇവിടെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ പരസ്പരം കാണുമ്പോ ഒന്ന് മുഖത്തേക്ക് പോലും നോക്കില്ലല്ലോ. നബീവി അപ്നി ശൗഹർ കി. ബീവിക്ക് ഭർത്താവിന് വേണ്ടല്ലോ, ഭർത്താവിന് ഭാര്യയെ വേണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയുമ്പോ ഭാര്യയ്ക്ക് ദുനിയാവിൽ ഇവിടെ ഭാര്യയില്ല, ഇവിടെ ഭർത്താവില്ല. ഉസീ ദിൻ ഐസാ ഹോഗാ കാ ഭായി ഭായി സേ ജുദാ ഹോഗാ. പൊന്നു സഹോദരാ, പൊന്നു സഹോദരി, ഇതൊക്കെയല്ലേ നാളെ അനുഭവിക്കാൻ പോണ്ടത്. സഹോദരന് സഹോദരിയെ വേണ്ട, ചങ്ങാതിമാരെ വേണ്ട. യൗമ യഫിറുൽ മർഉ മിൻ അഖീ. സഹോദരന്മാരിൽ നിന്ന് ഓടിച്ചു പോകുന്ന സമയമല്ലേ അത്. ഉപ്പയെ വേണ്ട, ഉമ്മയെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നെട്ടോട്ടം ഓടുന്ന സമയമല്ലേ അത്. ഉമ്മ പറയും ഞാനല്ലേ നിനക്ക് മുലപ്പാല് തന്നത്, ഉമ്മ പറയും ഞാനല്ലേ നിനക്ക് വേണ്ടി ഉറക്കൊഴിച്ചത്, ഉമ്മ പറയും ഞാനല്ലേ നിനക്ക് വേണ്ടി ഒരുപാട് ക്ഷീണങ്ങൾ സഹിച്ചത്. حملته أمه وهنا على وهن وفصاله في عامين. 2 വർഷക്കാലം മുലപ്പാല് തന്ന് ഒരുപാട് ഛർദിയും ഒരുപാട് പ്രയാസങ്ങളും സഹിച്ച് രോഗങ്ങൾ സഹിച്ച് മരണവേദന അനുഭവിച്ച് ഞാൻ നിന്നെ പ്രസവിച്ചുവല്ലോ എന്നുമ്മ പറഞ്ഞാലും ഉമ്മ നിങ്ങൾ എനിക്ക് വേണ്ട, ഉപ്പ നിങ്ങൾ എനിക്ക് വേണ്ട. അല്ലാഹുവേ എനിക്കാരെയും വേണ്ട, ചങ്ങാതിയെ വേണ്ട, ഭാര്യയെ വേണ്ട, ആരെയും വേണ്ട. എല്ലാവരും അവരവരുടെ ജോലിയിൽ വ്യാപൃതരാണ്. എന്തേ പ്രശ്നമെന്നറിയോ? നരകമാണോ മഅ്ശറയാണോ, നരകമാണോ സ്വർഗമാണോ എന്നാളുകൾ കാത്തിരിക്കുന്ന സമയമാണ്. സിദ്ദീഖ് ഉസ്മാൻ തങ്ങളോട് ചോദിച്ചുവല്ലോ, യാ ഉസ്മാൻ, യാ ഉസ്മാൻ മതറാഹ, എപ്പോഴാണൊന്ന് വിശ്രമിക്കുക, എപ്പോഴാണൊന്ന് സുഖിക്കുക, എപ്പോഴാണൊന്ന് ആനന്ദിക്കുക, എപ്പോഴാണൊന്ന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക? ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? സിറാത്ത് പാലം കടക്കാതെ സന്തോഷമേ ഇല്ല. സിറാത്ത് പാലം കടക്കാതെ എങ്ങനെയാണ് സന്തോഷിക്കുക? ഞാൻ സ്വർഗത്തിൽ കണ്ടോ വബാബുൻ, അവിടെ ഒരു വാതിലുണ്ട്, ആ വാതിലിൽ ഉസ്മാനിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഉസ്മാനു ഫിൽ ജന്ന, ഉസ്മാൻ തങ്ങൾ സ്വർഗത്തിലാണെന്നല്ലേ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ആ ഉസ്മാൻ തങ്ങൾ ഖബർ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞില്ലേ? ആ ഉസ്മാൻ തങ്ങൾ പറഞ്ഞതല്ലേ സിറാത്തുൽ മുസ്തഖീം, ആ പാലം കടക്കാതെ എങ്ങനെയാണെന്ന് വിശ്രമിക്കുക? പൊന്നു സഹോദര, അല്പ ദിവസമല്ലേ നമ്മൾക്കുള്ളൂ. ഒന്ന് റിസ്ക് എടുത്തൂടെ? ഒന്ന് പ്രയാസം അനുഭവിച്ചുകൂടെ? കളിച്ചിരികൾ ഒഴിവാക്കി, തമാശകൾ ഒഴിവാക്കി, ഹറാമുകൾ ഒഴിവാക്കി, അനാവശ്യങ്ങളും അനാശാസ്യങ്ങളും ഒഴിവാക്കി അള്ളാഹുവിന് വേണ്ടി ജീവിതം ചെലവഴിച്ചുകൂടെ? അങ്ങനെ ജീവിച്ചാൽ അള്ളാഹു നാളെ നമ്മൾക്ക് സുഖം നൽകൂലേ? അവരിൽ അള്ളാഹു നമ്മെ കൊടുത്തിട്ടെ. മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എന്റെ ഒരു കാല് സ്വർഗത്തിലും ഒരു കാല് സ്വർഗത്തിലും ഒരു കാല് പുറത്തും വെച്ചാൽ വരെ ലാ ആമുനു മക്റല്ലാഹ്, അള്ളാഹുവിന്റെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ ആ ഒരു ചതിയിൽ നിന്ന്, അള്ളാഹുവിന്റെ പ്രവർത്തനത്തിൽ നിന്ന് ഞാൻ നിർഭയനാവൂല. അള്ളാഹുവിനെ 2 കാലും സ്വർഗത്തിലേക്ക് കടത്തിയാലല്ലാതെ എന്റെ പേടി പോകൂല എന്ന് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞില്ലേ? ആ സിദ്ദീഖ് തങ്ങളും പൊട്ടിക്കരഞ്ഞില്ലേ? ആരാണ് കരയാത്തത്? ഉമർ തങ്ങൾ പോലും പൊട്ടിക്കരഞ്ഞില്ലേ? രാത്രി ഉറങ്ങാറുണ്ടോ? രാത്രി ഉറങ്ങാറില്ല, പകലുറങ്ങാറില്ല. രാത്രിയും രാവിലെയും പകലും ഒന്നും ഉറങ്ങാതെ അള്ളാഹുവിന് വേണ്ടി ജീവിതം ചെലവഴിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖ് മഹാന്മാർ, ഇവരൊക്കെ കരഞ്ഞു പോയെങ്കിൽ നമ്മൾ കരയണ്ടേ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആദ്യമായി അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ഖുർആൻ ആദ്യമായി പരസ്യമായി
പരസ്യമായി ഓതിയ ആളാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. സിദ്ദ് ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, ഇബ്നു മസ്ഊദ് എന്തിനാണ് കരയുന്നത്? മക്കളെ ഓർത്തിട്ടാണോ? പെൺമക്കളെ ഞങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തോളാം, നിങ്ങളുടെ മരണത്തിന്റെ ശേഷം നിങ്ങളുടെ മക്കളുടെ എല്ലാ ചെലവും ബൈത്തുൽ മാലിൽ നിന്നെടുത്തോളാം. എന്തിനാണ് ഇബ്നു മസ്ഊദ് കരയുന്നത്? ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഞാൻ എന്റെ മക്കളെ കുറിച്ചല്ല കരയുന്നത്, എന്റെ പെൺമക്കളെ കുറിച്ചല്ല കരയുന്നത്. എന്റെ പെൺമക്കളോട് വാഖിഅ സൂറത്ത് ഓതാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അവർ വാഖിഅ സൂറത്ത് ഓതുന്ന ആളാണ്. ഇന്നി സമിഅതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരെങ്കിലും വാഖിഅ സൂറത്ത് ഓതിയാൽ, എല്ലാ ദിവസവും വാഖിഅ സൂറത്ത് ഓതിയാൽ, എല്ലാ ദിവസവും വാഖിഅ സൂറത്ത് ഓതിയാൽ ലൻ തുസിബുഹു അയാൾക്ക് ദാരിദ്ര്യമുണ്ടാവൂല എന്ന് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മക്കൾക്ക് ദാരിദ്ര്യം വരുമെന്ന് ഞാൻ ഭയക്കുന്നില്ല. പക്ഷേ ഞാൻ കരയുന്നത് ദുനൂബി, എന്റെ ദോഷത്തെ കുറിച്ചാണ്. ആരാണ് ഇബ്നു മസ്ഊദ് എന്നറിയോ? കാല് മെല്ലിച്ചു പോയ, കാല് തടിയില്ലാതെ സ്കെൽറ്റായിട്ടുള്ള ഒരാളാണ്. സ്വഹാബാക്കൾ പരിഹസിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ കാലുകൾക്ക് നാളെ മീസാനിൽ ഉഹദ് മലയേക്കാൾ ഭാരമുണ്ടെന്ന്. ഈ കാലുകൾക്ക് നാളെ മീസാനിൽ ഉഹദ് മലയേക്കാൾ ഭാരമുണ്ടെന്ന് പറഞ്ഞ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുവെങ്കിൽ മുഅ്മിനേ നമ്മൾ കരയണ്ടേ, കരയണം. കരഞ്ഞ് കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോഴാ നാളെ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റുക. അല്ലാഹു തആല നമ്മൾ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഒരൊറ്റൊരു ആയത്തും കൂടി ഓതി ഞാൻ നിർത്തുകയാണ്, എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എടുക്കാൻ പറ്റുന്നില്ല, നാളൊക്കെ വേലുള്ളതാണ്, അതുകൊണ്ട് ഓവർ എടുക്കുമ്പോ ചുമയും വരുന്നുണ്ട്. നിങ്ങൾ നിർത്താം. എന്ന് തുടങ്ങി فإذا جاءت الطامة الكبرى, അല്ലാഹുവിന്റെ അവസാനത്തെ ആ ദുരന്തം അങ്ങ് വന്നു കഴിഞ്ഞാൽ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, യൗമ യതദക്കറുൽ ഇൻസാനു മാ സആ, ആളുകളൊക്കെ ഓർക്കും ഞാൻ എന്താണ് ചെയ്തു വെച്ചത്, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ നന്മകൾ എന്താണെന്ന്. വബുജിസത്തിൽ ജഹീമു ലിമൻ യറാ, മഹ്ശറയിൽ നിൽക്കുമ്പോൾ തന്നെ സ്വർഗവാസികൾക്ക് സ്വർഗവും നരകവാസികൾക്ക് നരകവും അല്ലാഹു കാണിച്ചു കൊടുക്കും. വബുജിസത്തിൽ ജഹീമു ലിമൻ യറാ, നരകവാസികൾക്ക് നരകവും സ്വർഗവാസികൾക്ക് സ്വർഗവും അല്ലാഹു വെളിവാക്കി കാണിച്ചു കൊടുക്കും. എന്നിട്ടോ അല്ലാഹു തആല പറയുന്നു, ഫഅമ്മാ മൻ തഗാ, ആരാണ് അതിക്രമം കാണിക്കുന്നത്, വആസറൽ ഹയാത്തദ് ദുനിയാ, എനിക്ക് ആഖിറമല്ല വലുത്, ദുനിയാവാണ് വലുത് എന്ന് പറഞ്ഞ് ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ആളുകളാരാ? സമ്പത്തിന്റെ പിന്നാലെ പോകുന്നവനാരാ? ഫിത്നയുണ്ടാക്കാൻ, ഫസാദുണ്ടാക്കാൻ ആരാണ് ശ്രമിക്കുന്നത്? തോന്നിവാസങ്ങൾ ചെയ്യുന്നതാരാ? പെണ്ണെ, എന്റെ ചെറുപ്പക്കാരാ, സ്കൂളിൽ പഠിക്കുന്നോ ഇല്ലേ എന്നതില്ല, നിന്റെ കണ്ണുകളെ, നിന്റെ അവയവങ്ങളെ, നിന്റെ മറ്റുള്ള സകലമാന പ്രവർത്തനങ്ങളും ഹറാമിൽ നിന്ന് സൂക്ഷിക്കാതെ രക്ഷയില്ല. ഫഅമ്മാ മൻ തഗാ വആഥറൽ ഹയാത്തദ് ദുനിയാ, നിനക്ക് ദുനിയാവാണോ? ദുനിയാവിലുള്ള സുഖങ്ങൾക്ക് വേണ്ടി വ്യഭിചാരങ്ങൾക്കും ചാറ്റിങ്ങിനും ചീറ്റിങ്ങിനും തോന്നിവാസങ്ങൾക്കും വേണ്ടി നിന്റെ സമയം നീ ചെലവഴിച്ചാൽ ആ മഹ്ശറയിലാണ് അല്ലാഹു ചോദ്യം ചെയ്യുന്നത്. ലാ യസൂലു ഖദമ ഇബ്നു ആദം, ആദമേ, ആദമിന്റെ പുത്ര, നിന്റെ കാലുകളെ, നിന്റെ കൈകാലുകളെ നിനക്ക് അനക്കാൻ പറ്റൂല. ഹത്താ യുസ്അല അൻ ഖംസിൻ, ഒരു ചാൻ മുകളിലുള്ള സൂര്യനാണ് അവിടെയുള്ളത്, അവിടെ നിനക്ക് കാലുകളെ അനക്കാൻ പറ്റൂല. 5 കാര്യങ്ങൾ ചോദിക്കാതെ. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? അൻ ഉംരിഹി ഫീമ അഫ്നാ, നിന്റെ വയസ്സിനെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യൂലേ? പ്രായപൂർത്തിയായത് മുതൽ മരണം വരെയുള്ള ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു ചോദ്യം ചെയ്യൂലേ? പ്രായപൂർത്തിയായത് മുതൽ മരണം വരെയുള്ള സകലമാന പ്രവർത്തനങ്ങളും അല്ലാഹു ചോദ്യം ചെയ്യും. ചോദിക്കൂലേ? പറയാൻ പറ്റോ എന്റെ ജീവിതം ഞാൻ ഹലാലിന് ഉപയോഗിച്ചെന്ന് പറയാൻ പറ്റോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, അൽഹംദുലില്ലാ
താടിയുടെ ഒരു രോമം വെളുത്തു വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അൽഹംദുലില്ലാ, എന്റെ ഈ ഒരു യുവത്വം ഒരു തെറ്റുപോലും ചെയ്യാതെ എന്റെ കണ്ണിമ വെട്ടുന്ന തെറ്റുപോലും എന്റെ ജീവിതത്തിൽ വന്നില്ലല്ലോ, അൽഹംദുലില്ലാ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? നിന്റെ വയസ്സിനെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യും. നീ സ്കൂളിൽ കളിച്ചത്, സിനിമ കണ്ടത്, പ്രേമിച്ച് നടന്നത്, പ്രണയിച്ചത്, കൈകൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തത്, കിസ് ചെയ്തത്, നീ ചാറ്റ് ചെയ്തത്, ചീറ്റ് ചെയ്തത്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഉപ്പ അറിയാതെ ഉമ്മ അറിയാതെ നീ പുതപ്പിന്റെ അകത്ത് കിടന്ന് നിന്റെ കാമകനോട് ചൊല്ലിയതൊക്കെ പെണ്ണെ അല്ലാഹു ചോദ്യം ചെയ്യും. മറുപടിയുണ്ടോ? ചോദ്യം കഴിഞ്ഞോ? ഇല്ല. ഈ നിന്റെ ആയുസിനെ കുറിച്ച് ചോദ്യം കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം നിന്റെ യുവത്വം, നീ 15 മുതൽ 40 വരെ എങ്ങനെ ജീവിച്ചു? നിന്റെ ടോട്ടലി വയസ്സിനെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യും. രണ്ടാമത്തെ ചോദ്യമോ അത് കഴിഞ്ഞ ശേഷം 15 മുതൽ 40 വരെ എങ്ങനെ ജീവിച്ചു എന്നാണ്. നിന്റെ സമ്പത്ത് മിൻ ഐനക്തസബ, എവിടെ നിന്നാണ് മോനെ നീ സമ്പാദിച്ചത്? ഹറാമാണോ ഹലാലാണോ? ഓരോ രൂപയ്ക്കും അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. ഓരോ രൂപയ്ക്ക് വരെ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അത് നീ വെറുതെ കളഞ്ഞത്, ഹലാലിൽ കളഞ്ഞത്, ഹലാലിൽ ഉപയോഗിച്ചത്, ഹറാമിൽ ഉപയോഗിച്ചത് എല്ലാം അല്ലാഹു ചോദിക്കും. എവിടെയാണ് നീ ചെലവഴിച്ചത് എന്ന് ചോദിക്കും. നിന്റെ അമല്, നിന്റെ പ്രവർത്തനം, നിന്റെ ഇൽമ്, നീ പഠിച്ച ഇൽമ്. ഇപ്പൊ നമ്മൾ ഇതൊരു ഇൽമിന്റെ സദസ്സാണ്. ഇവിടെ കേട്ട ഇൽമ്, ഇത് കേട്ടു എന്നിട്ട് ജീവിതത്തിൽ പകർത്തിയോ, മറ്റാർക്കെങ്കിലും പറഞ്ഞു കൊടുത്തോ എന്ന് വരെ അല്ലാഹു ചോദിക്കും. നിന്റെ ഇൽമിനെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യും. ഇത് ഇൽമാണ്. നമ്മൾ ചർച്ച ചെയ്തത് ഖുർആനും ഹദീസ് അല്ലാതെ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, അല്ലെ? ഇൽമിനെ കുറിച്ച് ചോദ്യം ചെയ്യും. നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് അല്ലാഹു ചോദിക്കും. നമ്മൾ ഇത് പറയാതെ, വ്യക്തമായ സ്പഷ്ടമായ മറുപടി ഇല്ലാതെ പൊന്നുമോനെ കാലനക്കാൻ പറ്റൂല. ഒരിക്കലും ഒരിക്കലും അനങ്ങാൻ പറ്റൂല. അല്ലാഹു അവിടെ നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മൾ അവിടെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരാൾ ജീവിച്ചാൽ, മനസ്സ് പറയും തോന്നിവാസങ്ങൾ ചെയ്യാൻ, മനസ്സ് പറയും തെറ്റ് ചെയ്യാൻ. പലിശ തിന്നുന്നവൻ അന്ധനായി, പലിശ തിന്നുന്നവൻ ചെവി കേൾക്കാതെ, കണ്ണ് കാണാതെ, വായ വരാതെയാണ് നാളെ മഹ്ശറയിലേക്ക് പോകുന്നത്. പലിശ തിന്നുന്നവൻ അതേപോലെ അൻതനുമിൻ ജീഫത്തിൽ ഹിമാർ, കഴുതയുടെ ശവത്തിനേക്കാളും സ്മെല്ലുണ്ടാകും, വാസനയുണ്ടാകും ഈ പലിശ തിന്നുന്നവൻ നാളെ മഹ്ശറയിലേക്ക് പോകുമ്പോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. പലിശ തിന്നുന്ന ആളുകൾ, വ്യഭിചരിച്ച ആളുകൾ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ മഹ്ശറയിലേക്ക് തട്ടി വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ ഇത് കാണുമ്പോൾ ആളുകൾ മനസ്സിലാക്കും ഇവൻ വ്യഭിചാരിയാണ്. ശവത്തിന്റെ സ്മെല്ല് കാണുമ്പോ ആളുകൾ മനസ്സിലാക്കും പലിശ തിന്നവനാ. വലിയ കുടവയറുമായ ആള് വരും. ആ വേറിങ്ങനെ കയ്യിൽ താങ്ങിപ്പിടിച്ചു വരും. അത് യതീമക്കളുടെ സമ്പത്ത് തിന്നവനാ, യതീമക്കളുടെ സമ്പത്ത് അപഹരിക്കുന്നവനാ, കള്ള് കുടിച്ചവൻ. അതേപോലെ കള്ള് കുടിച്ച് നടന്ന ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൗലുൽ കൗസറിൽ നിന്ന് അല്പം പോലും കുടിക്കാൻ പറ്റൂല. നബി തങ്ങളോട് ചോദിച്ചുവല്ലോ, നബിയെ നിങ്ങൾ എവിടെന്നാ കിട്ടുക? നാളെ മഹ്ശറയിൽ എവിടെ നോക്കിയാലാ നിങ്ങളെ കാണാൻ പറ്റുക? നബി തങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ ഹൗലിന്റെ അടുത്ത്, ഹൗലിന്റെ അടുത്ത് ഞാൻ ഉണ്ടാകും, ഹൗലിന്റെ അടുത്ത് ഞാൻ ഉണ്ടാകും, അല്ലെങ്കിൽ സിറാത്തിന്റെ അടുത്ത്, അല്ലെങ്കിൽ മീസാനിന്റെ അടുത്ത്. ഹൗലുൽ കൗസർ തരുന്നത് ഞാനാണ് നിങ്ങൾക്ക്. നക്ഷത്രങ്ങളെക്കാളും കൂടുതൽ കപ്പുകളുണ്ട് അവിടെ. കുടിച്ചാൽ ഒരു പ്രാവശ്യം കുടിച്ചവൻ രണ്ടാമത് ദാഹിക്കൂല. അതേപോലെ സിറാത്ത് പാലത്തിലൂടെ മുസ്ലിമീങ്ങളായ ആളുകൾ കടക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയും, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മീസാനിൽ തൂക്കമുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ. പറയാൻ എളുപ്പമല്ലേ? വഹബീബതാനി ഇലർ റഹ്മാൻ, അല്ലാഹുവിന് ഇഷ്ടമുള്ള വചനങ്ങളല്ലേ?
വസഖീലതാനി ഫിൽ മീസാൻ. നാളെ തുലാസിൽ നല്ല ഭാരമുള്ള രണ്ട് വാക്കുകളല്ലേ ഇതൊക്കെ? പറഞ്ഞുകൂടെ? ജീവിതത്തിൽ ഇത് പതിവാക്ക് പൊന്നു സഹോദര. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. മീസാനിൽ രക്ഷപ്പെടാൻ ഇത് മതി. മീസാനിൽ രക്ഷപ്പെടാൻ ഇത് മതി. എപ്പോഴും പതിവാക്കണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് സമനുൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അധികരിപ്പിച്ചോ, അത് സ്വർഗ്ഗത്തിന്റെ വിലയാണ്. സ്വർഗ്ഗം വാങ്ങാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതി. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്. കഅന്നഹും യഖൂമൂന മിൻ ഖുബൂരിഹിം. അവരുടെ ഖബറിൽ നിന്ന് അവർ എണീക്കുന്നു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവർ എണീക്കുന്നത്. വസീഖൽ ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ فتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله. സ്വർഗവാസികളായ ആളുകൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോഴും പറയുന്നത് അൽഹംദുലില്ലാഹ്. ഖബറിൽ നിന്നെണീക്കുമ്പോഴും പറയുന്നത് അൽഹംദുലില്ലാഹ്. അങ്ങനെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഞാൻ നിർത്താണ്. യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ. നബിയെ, നിങ്ങളോട് ചോദിക്കും എപ്പോഴാണ് ഈ ഖിയാമത്ത് നാൾ നടക്കുന്നത് എന്ന്. ഫീമ അൻത മിൻ ദിക്റാഹ. ഫീമ, എന്തിനാണ് ആ ചോദ്യം? അൻത മിൻ ദിക്റാഹ, നിങ്ങൾ തന്നെ അതിന്റെ അടയാളമല്ലേ? അതിന് വേറൊരർത്ഥം കൂടിയുണ്ട്, അതിനേക്കാൾ സ്യൂറ്റബിൾ ഇതാണ്. ഫീമ, എന്തിനാണ്, എന്തൊന്നിലാണ് അവർ ചോദിക്കുന്നത്? അൻത മിൻ ദിക്റാഹ, നിങ്ങൾ തന്നെ ആ ഖിയാമത്ത് നാളിന്റെ അടയാളമാണല്ലോ. വേറൊരർത്ഥം പറഞ്ഞാൽ നിങ്ങൾക്കെങ്ങനെ അറിയാനാണ്? ഫീമ അൻത മിൻ ദിക്റാഹ, നിങ്ങൾക്കെങ്ങനെ അറിയാനാണ്? ഇലാ റബ്ബിക മുൻതഹാഹ, അതിന്റെ പൂർണ്ണമായ വിവരം അല്ലാഹുവിന്റെ അടുത്തല്ലേ. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ളുഹാഹാ. അങ്ങനെ ഖബറിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ ആളുകളൊക്കെ കരുതെന്താ, പഠിച്ചോൻ ആകൊരു വൈകുന്നേരം അല്ലെങ്കിൽ ആകൊരു പകൽ സമയം അത്രേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ എന്ന് ഖബറിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ 100 വയസ്സായ ആളുകളും 1000 വയസ്സായ ആളുകളും കരുതും എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയാനെതായാലും ഞാൻ നിർത്തുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഉഖ്റവിയായ ജീവിതം ഖൈറിലാക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم إلى حضرة رسول الله صلى الله عليه وسلم وإلى حضرات أرواح آبائه وإخوانه وأقربائه من الأنبياء والمرسلين وإلى حضرات سائر الصحابة والقرابة كلهم أجمعين وإلى حضرات سائر أولياء الله تعالى من مشارق الأرض إلى مغاربها وإلى حضرة ولي الله المدفون في هذه المقبرة خاصة وإلى حضرات أرواح آبائنا وأمهاتنا وأقربائنا وأصدقائنا وإلى حضرات جميع أرواح المسلمين والمسلمات. اللهم زد شرفا على شرفهم وفضلا على فضلهم وعزا على عزهم ومكانا تليق بعظيم شأنهم. اللهم أعل درجاتهم. اللهم انفعنا بهم وبمحبتهم وبعلومهم في الدارين. اللهم أمدنا بمددهم. اللهم انصرنا بنصرتهم. اللهم احمنا بحمايتهم. اللهم بحق هذه الشرفاء الكرماء المذكورين اجعل قبورنا وقبورهم روضة من رياض الجنان ولا تجعل قبورنا وقبورهم حفرة من حفر النيران. أرحم الراحمين يا الله. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബറിടങ്ങൾ നീ സ്വർഗീയമാക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, ഞങ്ങളുടെ ചങ്ങാതിമാരിൽ നിന്ന്, ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബറിടങ്ങൾ നീ സ്വർഗീയമാക്കണേ അല്ലാഹ്. നരകത്തിന്റെ അദാബിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്.
ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വഅലുകളാണ് ഇവിടെ നടന്നത്. ഒരുപാട് വഅലുകൾ, ഒരുപാട് ഖിറാഅത്തുകൾ നടന്ന സദസ്സും സ്ഥലവുമാണ്. മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് റബ്ബേ. അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ സകലമാന തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ നാട്ടിൽ മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിടങ്ങൾ പ്രകാശിപ്പിക്കാൻ ഈ ഒരു ഉറൂസ് നീ കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. നാളെ ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ ഖബറിടങ്ങളെയും നീ സ്വർഗീയമാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ മാ സലഫ മിൻ ദുനൂബിനാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. അഅ്സിനാ ഫീമാ ബഖിയ മിൻ അഅ്മാലിനാ. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ തഖ്വ നൽകണേ അല്ലാഹ്. മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്, സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. തെറ്റ് ചെയ്യാതെ നല്ലത് ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ പെടുത്തണേ അല്ലാഹ്. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها توفنا مسلمين وألحقنا بالصالحين. അല്ലാഹുവേ, മുസ്ലിമായി നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മുത്തഖീങ്ങൾക്ക് മുമ്പേ നടക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാഹ്. കല്യാണം കഴിക്കാൻ ആലോചിക്കുന്ന ചെറുപ്പക്കാർ, ഒരുപാട് സദസ്സുകളിൽ നിന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹുവേ, അവർക്കൊക്കെ സ്വാലിഹത്തായ ദീനീ ബോധമുള്ള ഭാര്യമാരെ നൽകണേ അല്ലാഹ്. പ്രായമെത്തിയ പെൺകുട്ടികൾ കുടുംബത്തിലുണ്ട്, നാട്ടിലുണ്ട്, ഇവിടെയുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി അവർക്കൊക്കെ കുഫുവത്തതായ ഇണകളെ നീ നൽകണേ അല്ലാഹ്. അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്ത ആളുകൾ, ഒരുപാട് വർഷങ്ങളായി മക്കളില്ലാത്ത ആളുകൾ, അല്ലാഹുവേ, അവർക്കൊക്കെ കൺകുളിർ കുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. വർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവരുടെ വാർദ്ധക്യകാലത്ത് അവരോട് നീ കാരുണ്യം കാണിക്കണേ അല്ലാഹ്. അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ അവരെ നീ പെടുത്തണേ അല്ലാഹ്. മരിച്ചു പോയവരുണ്ട്, അവരുടെ ഖബറിടം നീ സ്വർഗീയമാക്കണേ അല്ലാഹ്. മക്കളാണല്ലോ ആമീൻ എന്ന് പറയുന്നത്. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങളിൽ നീ സുഖങ്ങളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങൾ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ നവ്വിർ ഖുബൂറഹും ബിനൂരിൽ ഖുർആൻ. അല്ലാഹുമ്മ വസ്സിഅ ഖുബൂറഹും ബിബറകത്തിൽ ഖുർആൻ. അല്ലാഹുവേ, ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഖബറിടങ്ങളെ നീ പ്രകാശിപ്പിക്കണേ. അവരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ യസ്സിർ അസീറനാ വസഹ്ഹിൽ ഉമൂറനാ വഫജ്ജിജ് ഹുമൂമനാ വക്ഷിഫ് ഖുറൂബനാ. നീ തന്ന നിഅമത്തുകൾ നീ തട്ടിയെടുക്കല്ലേ റബ്ബേ. നീ തന്ന സൗന്ദര്യം, നീ തന്ന ആരോഗ്യം, നീ തന്ന സമ്പത്ത്, നീ തന്ന ശബ്ദം, നീ തന്ന ഇൽമ്, നീ തന്ന മക്കൾ, നീ തന്ന ഭാര്യ, നീ തന്ന മാതാപിതാക്കൾ, നീ തന്ന വീട്, നീ തന്ന ജോലി ഒന്നും നീ തട്ടിയെടുക്കല്ല റബ്ബേ. മരണം വരെ നീ ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. اللهم لا تقتلنا بغضبك. നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد. أوصيكم بالدعاء. جزاكم الله خير.